തബല മാന്ത്രികൻ, സംഗീതജ്ഞൻ, നാദവിസ്മയം സാക്കിർ ഹുസൈൻ അന്തരിച്ചു എന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു. കുടുംബം അത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് രാവിലെ അറിയിച്ചത് അങ്ങനെയല്ല, ചികിത്സയിൽ തുടരുന്നു എന്നാണ്. ഇന്നലെ തന്നെ മരിച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു. ആ രീതിയിൽ മാധ്യമങ്ങൾ ആ വാർത്ത നൽകിയതുമാണ്. പക്ഷെ പിന്നീടാണ് കുടുംബം പറയുന്നതല്ല, സഹോദരൻ പറയുന്നത് ഇല്ല, ചികിത്സയിൽ തുടരുകയാണെന്നാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്താണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്? ഇപ്പോൾ ഈ മരിച്ചു എന്ന വാർത്ത കുടുംബം സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. ശ്രീനാഥചന്ദ്രൻ മുംബൈയിൽ നിന്ന് നൽകും അതിന്റെ വിവരങ്ങൾ. ശ്രീനാഥ്, സക്കീർ ഹുസൈൻ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അന്തരിച്ചു എന്ന വാർത്ത വന്നു. അതിനുശേഷം പിന്നീട് അതിൽ വിശദീകരണവുമായി ബന്ധു എത്തി. എന്താണ് അവിടെ ഒരു ആശയക്കുഴപ്പം സംഭവിച്ചത്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വാർത്താവിനിമയ മന്ത്രാലയമാണ് യഥാർത്ഥത്തിൽ ആദ്യം ഇക്കാര്യം സ്ഥിരീകരിച്ച് നൽകിയത്. അതിനുശേഷം ദൂരദർശൻ അടക്കമുള്ള ഔദ്യോഗിക വാർത്താ ചാനലുകൾ അടക്കം ഈ കാര്യങ്ങൾ നൽകുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഈ കുടുംബാംഗങ്ങളിൽ ചിലർ ട്വിറ്ററിൽ, എക്സിൽ ഈ തരത്തിലുള്ള വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ള തരത്തിൽ പോസ്റ്റുകൾ ചെയ്തു. അദ്ദേഹം ഇപ്പോഴും ആരോഗ്യവാനായി തന്നെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ജീവൻ ഇതുവരെ നഷ്ടമായിട്ടില്ല എന്ന് ട്വീറ്റ് വന്നു. അതിന് പിന്നാലെയാണ് ഈ മാധ്യമങ്ങൾ ആ വാർത്ത പിൻവലിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം ഇതോടകം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിൽ വന്ന ചില സംശയങ്ങളും അവ്യക്തതകളുമാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും 2 ആഴ്ചയിലേറെ അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധിയായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യനില കൂടുതൽ വഷളായി. ICUവിലായിരുന്നു അദ്ദേഹം. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മരണവും സംഭവിക്കുന്നു. മൃതദേഹം ഇനിയിപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ മാത്രമാണ് കുടുംബം ഈ മരണകാരണം കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്, സ്ഥിരീകരിക്കുന്നത് പോലും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഒരു വലിയ വിഖ്യാതനായ ഒരു സംഗീതജ്ഞനാണ് വിടവാങ്ങുന്നത്. തബല എന്ന വാദ്യോപകരണം അതിൽ എത്രത്തോളം വിസ്മയങ്ങൾ സൃഷ്ടിക്കാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു കലാകാരൻ. പിതാവിന്റെ വഴിയെ സഞ്ചരിച്ച് പിതാവിനേക്കാൾ പ്രശസ്തനായി അദ്ദേഹം മാറുകയും പാശ്ചാത്യ സംഗീതത്തിൽ തബലയ്ക്ക് ഒരു ഇടമുണ്ടാക്കി കൊടുക്കുകയും ആ തരത്തിൽ വലിയ തലത്തിലേക്ക് തബലയെ കൊണ്ടുപോവുകയും ചെയ്ത കലാകാരനാണ്. പലതവണ ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ, പത്മവിഭൂഷൺ, അങ്ങനെ രാജ്യത്തിന്റെ അംഗീകാരങ്ങൾ പലതവണ കിട്ടി. ഈ കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ പോലും ഗ്രാമി പുരസ്കാര വേദിയിൽ അദ്ദേഹം തിളങ്ങി നിന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ പോലും പുരസ്കാരം ഏറ്റവും ഒടുവിൽ അദ്ദേഹം നേടി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മരണം നടന്നതിന് കൃത്യം 1 വർഷം മുമ്പ് മുംബൈയിൽ വെച്ച് അദ്ദേഹം മട്ടന്നൂരുമായി ചേർന്ന് ഒരു ജുഗൽബന്ദി നടത്തിയതും നമ്മുടെ ഒരു അനുഭവം, മുംബൈക്കാരുടെ മനസ്സിൽ ആ ഒരു അനുഭവം പോലും അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഇത്ര വേഗത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. കേരളവുമായും അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട്. കേരളത്തിൽ പലവട്ടം സന്ദർശനം നടത്തിയത്, കോഴിക്കോട് മലബാർ മഹോത്സവത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹത്തിന്റെ തബല വായന കേട്ട അനുഭവം പലർക്കും ഉണ്ടാകും. കാരണം കോഴിക്കോട് പോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു മലയാളികളുടെ ഒരു വലിയ കൂട്ടം ഉള്ള ഇടത്ത് അദ്ദേഹത്തിന്റെ ആ പ്രകടനം അദ്ദേഹം പലപ്പോഴും പല അഭിമുഖങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷാജി എൻ കരുണ, വാനപ്രസ്ഥം പോലെയുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കി. പെരുവനത്ത് അദ്ദേഹം നേരിട്ടെത്തി അവിടെ നടത്തിയ പരിപാടികൾ, അങ്ങനെ കേരളവുമായും വലിയ ബന്ധം, ചെണ്ടയെ വലിയ തോതിൽ സ്നേഹിച്ച ഒരു സംഗീതജ്ഞൻ, വാദ്യോപകരണങ്ങളോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സ്നേഹം, അങ്ങനെ പലതരത്തിൽ ഈ ഒരു നഷ്ടം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഏതായാലും മരണ വിവരം ഇപ്പോൾ കുടുംബം സ്ഥിരീകരിച്ച് നൽകുന്നു. ഇനി മറ്റു നടപടിക്രമങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ. അദ്ദേഹം വർഷങ്ങളായി അമേരിക്കയിൽ തന്നെയാണ് താമസം. ജനിച്ചത് മുംബൈയിലെ മാഹിമിലാണെങ്കിലും പിന്നീട് താമസം അമേരിക്കയിലേക്ക് മാറിയിരുന്നു. വർഷത്തിൽ 1-2 തവണയൊക്കെ സാധാരണ അദ്ദേഹം മുംബൈയിലേക്ക് വരാറുള്ളൂ. മലബാർ ഹില്ലിൽ അദ്ദേഹത്തിന് ഒരു വസതിയുണ്ട്. അവിടെയായിരുന്നു അമ്മയടക്കം താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദീർഘനാൾ അവിടെ താമസിക്കാറുണ്ടായിരുന്നില്ല. സ്ഥിരമായി അമേരിക്കയിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഈ മരണവും സംഭവിക്കുന്നത്. എന്തായാലും രാജ്യത്തിന് അത് തീരാ നഷ്ടമാവും എന്ന കാര്യത്തിൽ അതിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്ത്യൻ സംഗീതത്തിൻ്റെ പ്രശസ്തി, അതിൻ്റെ ആഴമൊക്കെ ലോകവേദികളിൽ മാറ്റി, അല്ലെങ്കിൽ ആ ലോകവേദികളിൽ അറിയിച്ച ഒരു സംഗീതജ്ഞൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു താള വിദ്വാൻ എന്ന് പറയാം, ഒരു മ്യൂസീഷ്യൻ എന്നറിയപ്പെടാൻ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചതും ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടേണ്ടതും.